നമസ്കാരം. ബി.ജെ.പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ ഗവർണർ പോര് വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ഇത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് സകല സീമകളും ലംഘിക്കുന്നതാണ്. മലയാളിയായ ഗവർണർ സി.വി. ആനന്ദ ബോസിനെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കാൻ വരെ മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിച്ചിരുന്നു എന്നതിന്റെ വിശദമായ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ പരാതി എങ്ങും എത്താതെ പോയതോടുകൂടി അടുത്ത ഒരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മമതയും കൂട്ടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്ഭവനിൽ വെച്ച് ഓഫീസിലെ ഒരു ജീവനക്കാരിയെ ഗവർണർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉയർന്നത്. പക്ഷെ പിന്നീട് ഈ സ്ത്രീ തന്നെ ഗവർണർക്കെതിരെ തനിക്ക് പരാതിയില്ല എന്ന് രേഖാമൂലം അറിയിച്ചിരുന്നു. എന്നിട്ടും പോലീസ് അടക്കം നടപടിക്രമങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിരുന്നില്ല. ഇപ്പോൾ രാജ്ഭവൻ സ്റ്റാഫിനെയും ഗവർണറുമായി അടുത്ത് നിൽക്കുന്നവരെയും വ്യാജ കേസുകളിൽ കുടുക്കി ഭീഷണിപ്പെടുത്താനാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നടത്തിയ ജുഡീഷ്യൽ അന്വേഷണം അടക്കം മമതയ്ക്ക് എതിരായിരുന്നു. എന്നിട്ട് പോലും ഈ പ്രവണത തുടരുന്ന കാഴ്ചയാണ് ബംഗാളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അടുത്തിടെ ഉണ്ടായ ഒരു ഹൈക്കോടതി വിധി അത് മമതയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ ഇരയായവരെ രാജ്ഭവനിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പോലീസ് തടഞ്ഞ നടപടിയെ ഗവർണറും കൊൽക്കത്ത ഹൈക്കോടതിയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആക്രമണത്തിന് ഇരയായവർക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും ഗവർണറെ കാണുന്നതിന് രാജ്ഭവൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ അവർ രാജ്ഭവനിലേക്ക് പ്രവേശിക്കുന്നത് മമതയുടെ പോലീസ് തടയുകയായിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ സി.വി. ആനന്ദ ബോസ് ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണർ വീട്ടു തടങ്കലിലാണോ എന്ന ചോദ്യം പോലും കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഗവർണർ അനുമതി നൽകിയാൽ ആക്രമണത്തിന് ഇരയായവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും രാജ്ഭവൻ സന്ദർശിക്കാമെന്നായിരുന്നു കോടതി വിധിച്ചത്. രാജ്ഭവനിലെ ജീവനക്കാർക്കെതിരെ എടുത്ത കേസുകൾ സ്റ്റേ ചെയ്യാനും കോടതി ഉത്തരവിറക്കിയിരുന്നു. അതിനിടെ മമതാ സർക്കാരിലെ അഴിമതിക്കാരായ മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരായ കേസുകളിൽ ഇപ്പോൾ ഗവർണർ പിടിമുറുക്കിയിരിക്കുകയാണ്. എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി പോര് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. ആർക്കായിരിക്കും അനുകൂല വിധി എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം മമതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ചെറുതല്ല. അതിലൊന്നും കൃത്യമായ ഒരു ഇടപെടൽ നടത്താതെ, പരിഹാരം കാണാതെ ഇപ്പോഴും ഗവർണറെ ക്രൂശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് മമത കാണിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയേക്കാൾ അധികം പിന്തുണ ഒരുപക്ഷെ ഗവർണർക്ക് ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ എന്തായാലും വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് തന്നെയാണ് സർക്കാരും രാജ്ഭവനും കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.